ഗായ്സ്, അങ്ങനെ നമ്മൾ 4 പേരും കൂടി ഇതാ സിവിയും ബാഗും ഒക്കെ കെട്ടിപ്പെറുക്കി നേരെ കണ്ണൂർക്ക് വിട്ടിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. സെൻറ്ററിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കോൺഫിഡൻസോടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വർത്താനമൊക്കെ പറഞ്ഞ് നേരെ കണ്ണൂരെത്തി. അവിടുന്ന് നേരെ നടന്നു, കാൽടെക്സ് ഇറങ്ങി നടന്നു കേട്ടോ. മഹാത്മാ മന്ദിരത്തിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായത്. പോയി ടോക്കനൊക്കെ എടുത്തു. ടോക്കൺ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 94 കിട്ടിയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കാത്തിരിപ്പിൻ്റെ സമയമായി. കാത്തിരുന്നു. അവസാനം നമ്മൾ ടോക്കൺ വിളിക്കുന്നവരെ കാത്തിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എന്നാലേ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ജസ്റ്റിനെ ആണെങ്കിൽ എന്താ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളാണോ ആവോ. എന്തായാലും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇവർക്ക് എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്. ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ വാരിക്കൂട്ടി വരുവാനോ ഇല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വന്നല്ലോ, പിന്നെ അറ്റൻഡ് ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ തിരിച്ച് വണ്ടി പിടിച്ച് നമ്മൾ പോവാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന്. എങ്ങനെ ജോലി കിട്ടാനാടോ? എക്സ്പീരിയൻസ് ആവാണ്ട് ജോലി കിട്ടില്ല. നീ എക്സ്പീരിയൻസ് ആവാൻ എവിടെയെങ്കിലും കേട്ടണ്ടേ? പിന്നെ വയറെന്നൊരു കാളലാണ് മക്കളെ. വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടായി. രാവിലെ മുതൽ ഒന്നും തിന്നാണ്ട് വന്നതാണ്, വെള്ളം പോലും കുടിച്ചിട്ടില്ല. നേരെ ഉമ്മച്ചീസിലോട്ട് പോയിട്ട് അവിടുന്ന് ഷവർമ ഓർഡർ ചെയ്തു. വിശപ്പ് കെട്ടുമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഷവർമ അറഞ്ചം തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 4 ഉമ്മച്ചീസിലെ ഷവർമയാണ് ഭയങ്കര ഇഷ്ടം. വിത്ത് ലൈം ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഷവർമയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ ഷവർമ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തോ അഡിക്റ്റ് ആവുന്ന പോലെയാണ്. അങ്ങനെ എല്ലാവരും കൂടി പ്ലേറ്റ് അങ്ങ് തുടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ബില്ല് കൊടുക്കുക, തിരിച്ച് ബസ് കയറി. 4 ആളും 4 വഴിക്കാണ്. ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയതാ വാതിൽ തുറക്കുന്നത് ചന്തു ഇച്ചുവും കൂടിയാണ്. ഇച്ചു എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ടുണ്ട്, കാരണം രാവിലെ പോയതല്ലേ. അപ്പം വരുമ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഓടി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ, സീ യു.